നമസ്കാരം കൂട്ടുകാരെ. ക്ലാസ് 9 ഗണിതശാസ്ത്രത്തിൻ്റെ ഒന്നാം അധ്യായമായ സമവാക്യ ജോഡികളുടെ 18ാം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് 18 5ാമത്തെ ചോദ്യമാണ്. ചോദ്യത്തിലേക്ക് പോയാലോ? ഇതാണ് നമ്മുടെ ചോദ്യം. u മീറ്റർ പെർ സെക്കൻഡ് എന്ന വേഗത്തിൽ തുടങ്ങി ഓരോ സെക്കൻഡിലും a മീറ്റർ പെർ സെക്കൻഡ് എന്ന നിരക്കിൽ വേഗം കൂടി നേർവരയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു ഇങ്ങനെ t സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം ut പ്ലസ് അര at സ്ക്വയർ ആണ്. t സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം ut പ്ലസ് അര at സ്ക്വയർ ആണ്. ഒരു വസ്തു 2 സെക്കൻഡിൽ 10 മീറ്ററും 4 സെക്കൻഡിൽ 28 മീറ്ററും സഞ്ചരിക്കുന്നു. യാത്രയുടെ തുടക്കത്തിലെ വേഗം എന്തായിരുന്നു? ഓരോ സെക്കൻഡിലും വേഗം കൂടുന്നതിൻ്റെ നിരക്ക് എന്താണ്? ഇവിടെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതുപോലത്തെ ചോദ്യം പരീക്ഷയ്ക്ക് സാധാരണ രീതിയിൽ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഇത് നിങ്ങൾ നേരത്തെ തന്നെ കേട്ട് കാണും. ഈ സമവാക്യം ut പ്ലസ് അര at സ്ക്വയർ എന്ന് പറയുന്ന സമവാക്യം നേരത്തെ കേട്ട് കാണും. നമ്മൾ അത് ഫിസിക്സിലെ ചലന സമവാക്യങ്ങൾ എന്ന പാഠഭാഗത്തിൽ ഉള്ള ഒരു സമവാക്യമാണ്. അപ്പോൾ ഫിസിക്സിലെ ചലന സമവാക്യങ്ങൾ പോലുള്ള അധ്യായങ്ങളിലെ സമവാക്യങ്ങളെ നമ്മുടെ മാത്സിലെ ബീജഗണിതവുമായി എങ്ങനെ ബന്ധപ്പെടുത്താം, അതിനുള്ള ഒരു ഉദാഹരണമാണ് ഇത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. ഇവിടെ 3 ചരങ്ങളുണ്ട്. u ഉണ്ട്, a ഉണ്ട്, t ഉണ്ട്. അപ്പോൾ ഇവിടെ t എന്ന് പറയുന്ന ചരത്തെ നമുക്ക് യുവിൻ്റെയും എയുടെയും ഭാഗമായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് u എന്ന് പറഞ്ഞാൽ എന്താണ്? യാത്രയുടെ തുടക്കത്തിലെ വേഗം. അപ്പോൾ നമുക്ക് യാത്രയുടെ തുടക്കത്തിലെ വേഗം എത്രയാണ്? u മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അടുത്തത് ഓരോ സെക്കൻഡിലും വേഗം കൂടുന്നുണ്ട്. ആ കൂടുന്നതിൻ്റെ നിരക്കാണ് a. ഓക്കെ, അപ്പോൾ ഓരോ സെക്കൻഡിലും വേഗം കൂടുന്നതിൻ്റെ നിരക്ക് a മീറ്റർ പെർ സെക്കൻഡ്. ഇനി t സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം t സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം എത്രയാ? ut പ്ലസ് അര at സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ 2 നിബന്ധനകളുണ്ട്. അത് നമുക്ക് എഴുതാം. ഒന്നാമത്തെ നിബന്ധന എന്താണ്? രണ്ടാമത്തെ നിബന്ധന എന്താണ്? ഒന്നാമത്തെ നിബന്ധന 2 സെക്കൻഡിൽ 10 മീറ്റർ യാത്ര ചെയ്തു. അപ്പോൾ t എന്ന് പറയുന്നത് 2 ആവുമ്പോൾ ദൂരം 10 മീറ്റർ ആണ്. ഓക്കെ, രണ്ടാമത്തെ നിബന്ധന എന്താണ്? 4 സെക്കൻഡിൽ 28 മീറ്റർ. അപ്പോൾ t സമം 4. അപ്പോൾ ദൂരം
28 മീറ്റർ ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈ സമവാക്യത്തിൽ T2 അതേപോലെ തന്നെ 4 കൊടുത്താൽ എന്ത് സംഭവിക്കും നോക്കാം. അപ്പോൾ നിബന്ധന 1ൽ u ഇൻറ്റു ടിക്ക് 2 കൊടുക്കുന്നു. അര a ഇൻറ്റു 2ൻ്റെ സ്ക്വയർ, അതെന്ന് പറയുമ്പോൾ ദൂരം 10. ഓക്കെ, അപ്പോൾ ഇത് 2u പ്ലസ് അര ഇൻറ്റു a ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ആണ്. അപ്പോൾ 2u പ്ലസ് ഇവിടെ ഇതും ക്യാൻസലായി, 2a ബാക്കിയുണ്ടാവും പ്ലസ് 10. ഇവിടെ നോക്കൂ, 2നെ 2 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാം, അതേപോലെ 10നെ നമുക്ക് 2 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാം, 5 കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെഴുതാം? 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? u പ്ലസ് a സമം 10നെ 2 കൊണ്ട് ഹരിച്ചാൽ 5. അപ്പോൾ നമുക്ക് ഇത് ഒന്നാമത്തെ സമവാക്യം. ഈ രണ്ടാമത്തെ നിബന്ധന പ്രകാരം നമുക്ക് ദൂരം എന്ത് കിട്ടും? u ഇൻറ്റു ടിക്ക് 4 കൊടുത്തു, അര a 4ൻ്റെ സ്ക്വയർ സമം 28. അപ്പോൾ 4u പ്ലസ് അര ഇൻറ്റു a ഇൻറ്റു 4 ഇൻറ്റു 4 സ്ക്വയർ, അപ്പോൾ 28. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 2 ഒരു പ്രാവശ്യം, 4ൽ 2 പ്രാവശ്യം. അപ്പോൾ നമുക്ക് 4u പ്ലസ് 4 ഇൻറ്റു 2 8a 28. ഇനി ഇവിടെ നമുക്ക് 4നെ 4 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റും, 8നെയും 4 കൊണ്ട് ഹരിക്കാൻ 2 കിട്ടും, 28നെ 4 കൊണ്ട് ഹരിച്ചാൽ 7 കിട്ടും. അതുകൊണ്ട് 4 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? u പ്ലസ് 2a, 8നെ 4 കൊണ്ട് ഹരിച്ചാൽ 2, 28നെ 4 കൊണ്ട് ഹരിച്ചാൽ 7, u പ്ലസ് 2a സമം 7 എന്ന് കിട്ടും. ഇത് നമ്മുടെ സമവാക്യം 2. ഓക്കെ, ഞാനിത് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ വേണ്ടി ഒന്നാമത്തെ സമവാക്യത്തെ അങ്ങോട്ടേക്ക് എടുത്ത് എഴുതുകയാണ്. u പ്ലസ് a 5, ഇത് സമവാക്യം 1. ഇനി ഈ രണ്ട് സമവാക്യങ്ങൾ നോക്കൂ. ഇവിടെ യുവിൻ്റെ ഗുണകം 1, ഇവിടെ യുവിൻ്റെ ഗുണകം 1. ഇത് തുല്യമാണ്. പക്ഷെ ഇത് ക്യാൻസലായി പോകണമെങ്കിൽ കുറയ്ക്കണം. ഏതെന്ന് ഏത് കുറയ്ക്കും? 2ന്ന് 1 കുറയ്ക്കുന്നതാണ് എളുപ്പം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? സമവാക്യം 2ൽ നിന്നും സമവാക്യം 1 കുറച്ചാൽ യു ക്യാൻസലായി പോവും. 2a മൈനസ് a, 7 മൈനസ് 5. അപ്പോൾ നമുക്ക് a 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? a 2 എന്ന് ഈ സമവാക്യത്തിൽ കൊടുക്കാം. സമവാക്യം 1ൽ കൊടുത്താൽ u പ്ലസ് 2 5 എന്ന് കിട്ടും. അപ്പോൾ u എന്ത് കിട്ടും? 5 മൈനസ് 2 u 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇത് തുടക്കത്തിലെ വേഗതയാണ്. ആയതുകൊണ്ട് തുടക്കത്തിലെ വേഗം അല്ലെങ്കിൽ വേഗത സമം എത്രയാ? 3 മീറ്റർ പെർ സെക്കൻഡ്. പിന്നെ എന്താ? ഓരോ സെക്കൻഡിലും വേഗം കൂടുന്നതിൻ്റെ നിരക്ക്. ഇത് 2 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ.
അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇതുപോലത്തെ ചോദ്യം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് നല്ലപോലെ മനസ്സിലാക്കുക. ഇത് എളുപ്പമാണ്. ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈ ചാനലിനെ ലൈക്ക് ചെയ്യുകയും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ യുവിന് 3 കൊടുക്കുക, അതേപോലെ എക്ക് 2 കൊടുക്കുക. അപ്പോൾ 3 + 2 5. സമവാക്യം 1 ശരിയാണ്. ഇനി സമവാക്യം 2 എവിടെയാ? ഇതാ, ഇവിടെ നമ്മൾ 3 കൊടുക്കുന്നു. 2a 2 × 2 4. അപ്പോൾ 7 എന്ന് കിട്ടും. അപ്പോൾ സമവാക്യം 2ഉം ശരിയാണ്. അപ്പോൾ 2 സമവാക്യങ്ങളും u = 3, a = 2 അതിന് ശരിയാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരം ശരിയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം ഇനി അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. താങ്ക് യു.